നല്ല തിക്ക ഗ്രേവി ആയിട്ടുള്ള മുഗളായി ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ. കഴുകി വൃത്തിയാക്കിയെടുത്ത 3/4 കിലോ ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഒരുപാട് പുളിയില്ലാത്ത തൈരും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 സവാള നൈസായി കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ ബേ ലീവ്സ്, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലയ്ക്ക ഇവയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മസാല പുരട്ടിയ ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത സവാളയും 20 ബദാം ഇല്ലെങ്കിൽ കാഷ്നട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ചിക്കൻ 3/4 വേവായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് ഒരു 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1/4 ടീസ്പൂൺ പഞ്ചസാരയും മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുഗളായി ചിക്കൻ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.